സ്വാഗതം. ദൈവമേ, നമ്മൾ ചന്ദ്രൂര് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണേ. അതായത് ചേർത്തലേന്ന് നമ്മൾ അരൂര് എടപ്പള്ളി അങ്ങോട്ട് പോയില്ലേ, NH കൂടി നേരെ. അപ്പൊ ചന്ദ്രൂര് പാലത്തിന്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടി പോകുന്നവർക്ക് ഇതിന്റെ അവസ്ഥ അറിയായിരിക്കും ഗൈസ്. അത്രയും അലമ്പാണ് റോഡ്. എന്താ ചെളി എന്ന് പറഞ്ഞാൽ അന്യായ ചെളിയാണ് ഗൈസ്. അതിനൊപ്പം വെള്ളം തന്നെയാണ്. നല്ലൊരു മഴ പെയ്താൽ ഇപ്പൊ കാണുന്ന വെള്ളത്തിന്റെയും ചെളിയുടെയും ഇരട്ടിയാകും. ഈ കാറൊക്കെ നമ്മൾ കഴുകിയിട്ടാണ് ഈ റോട്ടിൽ കൂടി കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. കാറൊക്കെ അപ്പം തന്നെ അലമ്പാകും. പിള്ളേർക്കാണെങ്കിലും സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലൊക്കെ ഈ ചെളി കൂടി നടന്നു പോകേണ്ട അവസ്ഥ. റോഡ് പണി കാരണമായിരിക്കും. പിന്നെ റോഡ് പണിയെല്ലാം കഴിഞ്ഞെല്ലാം നേരെ ആകുമായിരിക്കും. എന്താണെങ്കിലും ഇവിടെ കൂടി പോണവരൊന്ന് ശ്രദ്ധിക്കണം. അത്രയും ഡേഞ്ചറാണ് കേട്ടോ. തെന്നി വീഴാനും മഴ സമയത്തൊക്കെ ഇവിടെ കൂടി പോണവർ ശരിക്കും ശ്രദ്ധിക്കണം. നോക്കിക്കേ, പിള്ളേര് സൈക്കിളിൽ പോണ കണ്ട എന്ത് ഡേഞ്ചറാണ്. കുണ്ടും കുഴിയും വെള്ളത്തിന്റെ ഉള്ളിൽ കൂടിയാണ് അവർ സൈക്കിളിൽ ഓടിക്കൊണ്ട് പോണത്. ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്, സൺഡേ ആണ്. അപ്പൊ കുഞ്ഞപ്പന് നാളെ സ്കൂൾ തുറക്കും. പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ ഒരാഴ്ചത്തേക്ക് കുഞ്ഞപ്പൻ ലോക്കാണ് ഗൈസ്. അതുകൊണ്ട് അവന് ഭയങ്കര ആഗ്രഹം ഇന്ന് സൺഡേയിലെ അമ്മയെ പുറത്തേക്ക് പോവാന്ന്. അപ്പൊ നമ്മള് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ കുഞ്ഞു പോയി, നമുക്ക് പോയാലോ? കുഞ്ഞു പോയി, ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് പോകാം. മഴക്കാർ നോക്കൂ ഗൈസ്, നല്ല അടിപൊളി മഴക്കാറുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ നേരെ ഫോറം മോളിലോട്ടാണ് കേട്ടോ പോകുന്നത് ഗൈസ്. അപ്പൊ ഫോറത്തിൽ പോണോ ലുലുവിൽ പോണോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നേ. നമുക്ക് അടുത്ത ഫോറമാണ്. ഫോറം കഴിഞ്ഞ് കുറച്ചുകൂടി പോണോ ലുലുവിൽ എത്തണമെങ്കിൽ. അപ്പൊ ഫോറത്തിൽ പോകാൻ തീരുമാനിച്ചു. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോ അവൻ ഗൈസ് തുടങ്ങും. പറ, എന്താണ് ഗൈസ്? അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടോ? കണ്ടാവും നീ? അവൻ എന്തോ അവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫൈറ്റ് കണ്ടാ? എന്താണ് വില? ഫ്ലെക്സ് കണ്ടാണെന്ന് ഇനി അറിയാം. വില ഫ്ലെക്സ് ആണോ? ഫോട്ടോയാണോ? ഇരിക്കും, ഫോട്ടോ ആയിരിക്കും. ഫോറം മോളിലെ പാർക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. മറ്റേ ചുരം കയറുന്ന പോലെ ഇങ്ങനെ കറങ്ങി താഴെ നിൽക്കുന്ന നമ്മൾ ഏറ്റവും മുകളിലെത്തും കേട്ടോ. അടിപൊളിയാണ്, വിശാലമായ പാർക്കിംഗ് ആണ്. മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ അവിടെ പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമെന്ന് അറിയാം. പക്ഷെ പുറത്തുനിന്ന് കണ്ടപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത പോലെ തോന്നി. ഗൈസ്, നമ്മൾ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങി കേട്ടോ. അധികം ഞാൻ ഒച്ചയെടുക്കുന്നില്ല. ലിഫ്റ്റിൽ ഇറങ്ങി നമ്മൾ നേരെ അകത്തേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ. കണ്ടല്ലോ കുഞ്ഞപ്പൻ്റെ സന്തോഷം. ചാടി തുള്ളി കളിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. ഇവിടെ ഫൺ സിറ്റി ഉണ്ട് കേട്ടോ. കളിക്കാൻ വേണ്ടി ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. അതാണ് ഇത്രയും സന്തോഷം. ലുലുമാളിൽ പോയാൽ അവിടെ ഫൺ ടൂറാ, ഇവിടെ ഫൺ സിറ്റി. ഏതാണെങ്കിലും കുഞ്ഞപ്പൻ ഓക്കെ. അപ്പം ഞാൻ ഉപദേശിക്കുകയാണ്, അമ്മ പറഞ്ഞൊന്നും മറക്കരുത്, നല്ല കുട്ടിയായിരിക്കണം, ഓടിപ്പോയാൽ കണ്ടുപിടിക്കാൻ പാടാണ്, കൈവിട്ട് പോകരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ്. ഉപദേശം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഗെയ്സ്. ചെന്നപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാം, ഹൈപ്പറിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ദേ മാക്സ് മാനിയ സെയിൽ എന്നൊക്കെ പറഞ്ഞ് മാക്സിന്റെ ഫ്രണ്ടിൽ ഓഫർ ഇട്ടിരിക്കുന്നത്. 199, 299, 399 എന്നൊക്കെ പറഞ്ഞ് ഓഫർ ഇട്ടിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇവർ ഓഫർ ഇടുന്നതെന്നാണ് ചോദിച്ചപ്പോൾ അവിടെ ആരോ പറഞ്ഞത് കേട്ടോ. ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മൾ ചെന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഫർ കാണുന്നത്. എന്തോരം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെന്നറിയാവോ. പുറത്തുനിന്ന് നോക്കിയപ്പോൾ വലിയ തിരക്കില്ലെന്ന് തോന്നിയെങ്കിലും അകത്ത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുഞ്ഞപ്പൻ ഓടി നടക്കുകയാണെ. കുഞ്ഞപ്പൻ ഒരു രക്ഷയിലായിരുന്നു. ഓഫർ ഉണ്ടെങ്കിൽ അത് നല്ലതാണോ എങ്ങനെയാണ് നോക്കി തെരഞ്ഞു പിടിച്ച് മേടിക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നേ. മൊത്തം അവിടെ ബേബീസിനെയൊക്കെ കണ്ടുപിടിച്ച് അവരുമായിട്ട് കളി. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഓടിപ്പോയാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഇവനെ. അപ്പോൾ അച്ചായി ആണെങ്കിൽ അവൻ്റെ പുറകെ തന്നെ നടക്കുവാണ്. ഞാനാണെങ്കിൽ ഡ്രസ്സ് നോക്കുന്നു. എനിക്കാണെങ്കിൽ സെലക്ഷൻ അച്ഛ തന്നെ വേണം. അച്ഛ പറ, അച്ഛ ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അച്ഛ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും ഇവൻ എങ്ങോട്ടെങ്കിലും ഓടും. പിന്നെ അച്ഛ അവൻ്റെ പുറകെ ഓടും. ഇത് തന്നെയായിരുന്നു ഗൈസ്. നല്ല പാടായിരുന്നു കേട്ടോ. അവസാനം ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടി തന്നെ അങ്ങനെ അവന് കുറച്ച് ഡ്രസ്സ് എടുത്ത്. കുഞ്ഞപ്പൻ്റെ ടീഷർട്ടൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എല്ലാം ഇട്ടിട്ട് അലമ്പായി ചീത്തയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട്സാണ്. 149 രൂപയാണ് ഈ ടീഷർട്ടിന്.
അതായത് 3 ടീഷർട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടീഷർട്ട് 149 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണ് കണ്ട അവിടെ 149 എഴുതിയേക്കണ കണ്ടില്ലേ. 3 ടീഷർട്ടും കൂടി 149 രൂപയല്ല, 3 ടീഷർട്ട് ഒരുമിച്ച് എടുത്താൽ ഒരു ടീഷർട്ട് 149 രൂപ പ്രൈസിന് നമുക്ക് കിട്ടും. അങ്ങനെ ഷോർട്സും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഷോർട്സ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ടീഷർട്ടാണ് വാങ്ങിച്ചത്. ഒരു 3-4 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഓഫർ ആണല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കരുത്, നിങ്ങൾ വാങ്ങിക്കരുത്. നല്ല കളക്ഷൻസ് തന്നെയാണ്. നിങ്ങൾക്ക് വേണോ, ശരിക്കും അത് വേണോ, നമുക്ക് നല്ലതാണോ, പ്രൈസ് അഫോർഡബിൾ ആണോ എന്നൊക്കെ നോക്കി നല്ലോണം സെലക്ട് ചെയ്ത് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. ലേഡീസ് ഒന്നും നോക്കണ്ട, നേരെ അങ്ങോട്ട് പൊക്കോ. നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രോപ്പ് ടോപ്സും അല്ലാത്ത ടോപ്സും ഗൗണ്, പാർട്ടി വെയർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. 50% ഓഫിന് ഒരുപാട് പാർട്ടി വെയർ, ജിൽ ജിൽ ജിലാ ജിഗ, നല്ല എന്താ പറയുക, തിളങ്ങി നിൽക്കും. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മെൻസ് വെയർ ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ടീഷർട്ടുകൾ ഒരുപാട്, ഷർട്ടുകൾ 50% ഓഫിന് ഷർട്ടുകൾ. ചേട്ടനാണെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ചേട്ടൻ അങ്ങനെ ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ വാങ്ങിക്കത്തൊന്നുമില്ല. നമ്മൾ ലേഡീസ് ആണല്ലോ ഓഫർ കണ്ട ചാടി വീഴുന്നത്. അപ്പോൾ ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോയ്സിലൊന്നും ഓഫർ ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയുള്ള കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും, പിന്നെ ഇടയ്ക്കകത്തേക്ക് ഒരു ഇങ്ങനെ കളിയോട് കളിയാണ്. ഇത് ബില്ലിംഗ് സെക്ഷനാണ്. നമ്മൾ ചെന്ന് ബില്ല് ചെയ്യണ സമയത്ത് ഭയങ്കര വലിയ തിരക്കില്ല, പക്ഷെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് പിന്നെ നല്ല ആളുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി QR ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണെങ്കിലും ഞാൻ ശരിക്കും അവിടെ ചെന്നിട്ട് ഫോറമോളിൽ ചെന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനൊന്നും അല്ല ഉദ്ദേശിച്ചത്, വേറെ ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ ഓഫർ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ കണ്ടന്റ് മാറ്റി ഈ രീതിയിലാക്കിയതാണ് കേട്ടോ വീഡിയോ. അടുത്ത മാസം കൂടി ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത് ഓഫർ. അന്ന് ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് ഞായറാഴ്ച ആണെന്ന് തോന്നുന്നു ഓഫർ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നേരെ ഞങ്ങൾ ഹൈപ്പറിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി കുഞ്ഞപ്പൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. എന്തോ സൗണ്ട് കേട്ടിട്ട് മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എന്തോ ചെറിയ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഒരു ചേട്ടൻ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും ഞാൻ ശരിക്കും നിന്ന് കേട്ടില്ല. കുറച്ചു നേരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മോളിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ വേഗം സമയം പോയി, കാരണം മാക്സിൽ തന്നെ കയറി ഇറങ്ങി കുറേ ഓഫറൊക്കെ നോക്കി നടന്ന് കുറേ സമയം പോയി. ഞങ്ങൾ നേരെ ഹൈപ്പറിലോട്ട് വിട്ടു. ഇത് അവിടെ ചെന്ന് കയറിയപ്പോഴേ അവൻ സ്നിക്കേഴ്സ് എടുത്ത് കേട്ടോ. അത് പൊട്ടിച്ച് അപ്പം തന്നെ കഴിച്ചു. പിന്നെ അതിൻ്റെ കവറും പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു ഞാൻ, കാരണം ബില്ലടിക്കണ്ടേ കവർ. അങ്ങനെ ആ കവർ കൊണ്ട് കൊടുത്താണ് അതിൻ്റെ ബില്ലടിച്ചത്. അപ്പോൾ നോക്കിക്കേ, ഫുഡ് ഐറ്റംസ് എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ചെല്ലുമ്പോൾ തന്നെ അത് എന്തോരം സബ്സ്ക്രൈബേഴ്സിനെ അവിടെ വെച്ച് കണ്ടെന്നറിയാമോ. ശരിക്കും എനിക്കൊരു മീറ്റപ്പ് പോലെയാണ് ഗൈസ് തോന്നിയത്, കാരണം അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, നമ്മൾ ഫോറത്തിൽ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് അത്ര അവർ വന്നത്. അവർ ഫോറത്തിലേക്ക് വരുന്ന വഴിയൊക്കെ മോളുണ്ട്. അപ്പം മോള് ഇരുന്ന് കുഞ്ഞപ്പൻ ഫോറത്തിലുണ്ടാവുമോ, അമ്മേ ഫോറമാളിലുണ്ടാവുമോ, കുഞ്ഞപ്പൻ്റെ വീട്ടിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചാണെന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരിക്കും അവിടെ വെച്ച് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കുഞ്ഞപ്പൻ എന്നിട്ട് ഒരു കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നടന്ന് ഓരോ ഫുഡ് ഐറ്റംസ് നോക്കുകയാണ് നമ്മൾ. ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ ലൈറ്റ് ആയിട്ടേ കഴിക്കുകയുള്ളൂ, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഹെവി ആയിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തത്. പിന്നെ ഫുഡ് കോർട്ടിൽ മുകളിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ബിൽ കൗണ്ടറിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരിക്കും. നമ്മുടെ മാക്സിൻ്റെ അവിടെ ഒന്നും ബില്ലിംഗ് സെക്ഷനിൽ ഭയങ്കര തിരക്കില്ല, പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും ബില്ലിംഗ് സെക്ഷനിൽ. നേരിട്ട് ചെല്ലുന്നവർക്ക് അറിയാം. അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ കിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. കുഞ്ഞപ്പൻ്റെ ഡ്രസ്സും എൻ്റെ ടോപ്പൊക്കെയാണ്. എൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചില്ലല്ലേ, ഏതെങ്കിലും വീഡിയോയിൽ ആ റീൽസിലിടുമ്പോൾ ഞാൻ പറയാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിക്കാൻ പ്ലേറ്റ് ഇല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്ലേറ്റ് വാങ്ങിക്കണം. 2 പ്ലേറ്റ് വാങ്ങിച്ചു. പേപ്പർ പ്ലേറ്റ് പോലത്തെ പ്ലേറ്റ് ആണ്. ഇതിന് എത്ര രൂപ, 29 19 അങ്ങനെ എന്തോ ആണ് 2 പ്ലേറ്റിന്. അപ്പോൾ ഇത് നോക്കി ഗൈസ്, ബ്രോസ്റ്റഡ് ആണ്, കൂടെ മയണൈസ് ഉണ്ട്, ടൊമാറ്റോ സോസൊക്കെ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. ആ ഒരു പാക്കറ്റിന് 199 രൂപയുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം അവിടെ ഉണ്ടാക്കി വെച്ചതാണ്, ഞങ്ങൾ അപ്പം തന്നെ അതെടുത്തു. പിന്നെ പത്തിരി വാങ്ങിച്ചു, പിന്നെ കുബൂസും വാങ്ങിച്ചു. പത്തിരി ഒരെണ്ണം പോലും എടുത്തില്ല. ആ കുബൂസ് കഴിച്ചപ്പോൾ തന്നെ 3 പേരുടെയും വയറ് നിറഞ്ഞു. അതുകൊണ്ട് പത്തിരി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. അതുപോലെ ഇത് എന്തെന്നായിരുന്നു, ബീഫ് ഉലർത്തിയതായിരുന്നു. അതിന് എത്ര രൂപയാണെന്ന് ഞാൻ പറഞ്ഞു, 175 എന്തോ ആണെന്ന് തോന്നുന്നു. 250 ഗ്രാംസ് വെച്ചിട്ടാണ് പ്രൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബീഫ് ഉലർത്തിയതിന്. അതും വീട്ടിലോട്ട് കുറച്ച് കൊണ്ടുപോകുന്നു ഗൈസ്. പിന്നെ പത്തിരിയും കൊണ്ടുപോകുന്നു. ഇത് കോൾഡ് കോഫിയാണ്. കോൾഡ് കോഫി എനിക്കും ചേട്ടനും ഇഷ്ടപ്പെട്ടു. കുഞ്ഞപ്പൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അവന് മറ്റേ പെപ്സി വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് അവന് സമാധാനമായത്. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാൻ അത് പൊട്ടിച്ചു. ബ്രോസ്റ്റഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞാൽ കുഞ്ഞപ്പന് KFC മതിയെന്നും പറഞ്ഞ് അവൻ പറയായിരുന്നു കേട്ടോ. പക്ഷെ KFC മേടിച്ചാൽ പോക്കറ്റ് കാലിയാവുന്നുള്ളത് കൊണ്ട് ബ്രോസ്റ്റഡ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രോസ്റ്റഡിന് നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല വെന്ത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ KFC ആണെന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടി അത് കടിച്ചു തിന്നു. ഇതിന് മുമ്പൊക്കെ പോയിട്ട് KFC വാങ്ങിച്ചതാണ്, പക്ഷെ നമ്മുടെ പോക്കറ്റ് കാലിയാകും. കാരണം അത് വാങ്ങിച്ചാൽ അത് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുറേ സാധനം വാങ്ങിച്ച് കഴിക്കാമല്ലോ, അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ.
പിന്നെ മഷ്റൂം സാലഡും വാങ്ങിച്ചു കേട്ടോ. അതെന്തോ 200 ഗ്രാംസ് എന്താ വാങ്ങിച്ചത്. എത്ര രൂപയായിരുന്നു എന്ന് മറന്നുപോയി. വില കുറവായിരുന്നു സാലഡിന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വാങ്ങിച്ചെങ്കിലും ഇതിൻ്റെ പകുതിയുടെ പകുതി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഈ കാണുന്ന ആവശ്യം മാത്രമേ കഴിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് വിശപ്പ് കെടും. എനിക്ക് എന്താണെന്ന് അറിയാമല്ലോ, ഇപ്പം അങ്ങനെയാണ്. എന്തെങ്കിലും കഴിച്ചു തുടങ്ങിയാൽ അപ്പം തന്നെ വയറ് ഫുള്ളാകും. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, എത്ര തിന്നാലും മതി വരികയില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ദേ ബീഫ് ഉലർത്തിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നു, കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ മോളിൽ നിന്ന് താഴത്തോട്ട് നോക്കിയിരിക്കുകയാണ് കഴിക്കാതെ. എന്നിട്ട് താഴത്തെ ഫ്ലോറിൽ കൂടി പോകുന്നവർ എന്തൊക്കെ ചെയ്യുന്നു, അവരെന്തൊക്കെ കഴിക്കുന്നു, അതെല്ലാം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്നോടാണെങ്കിൽ അമ്മ ഇതേ ഒരു വാവ വീണു, ആ താഴത്തെ ഫ്ലോറിൽ ഒരു വാവ വീണത് വരെ അവൻ കണ്ടുപിടിച്ച് എന്നോടിരുന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ നല്ല കുട്ടിയായിട്ടിരിക്കുന്ന, വേറെ ഒന്നും കൊണ്ടല്ല, അവന് ഫൺ സിറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ വേസ്റ്റും പ്ലാസ്റ്റിക് കവറും എല്ലാം ഞാൻ ക്ലീൻ ആക്കുകയാണ്. ആ പേപ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് വന്നപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി ഞാനും കുഞ്ഞപ്പനും അച്ഛയും കൂടി ഇതൊരു സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കുകയാണ്. ചെന്നപ്പോൾ തൊട്ടൊന്നും ഇരുന്നിട്ടില്ല ഗൈസ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഓട്ടവും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് ആസ്വദിക്കുകയാണ് നമ്മുടെ ഫോറം മാളിൻ്റെ ഭംഗിയൊക്കെ. കുഞ്ഞുക്കുരിപ്പാണെങ്കിൽ ആ സമയം കൊണ്ട് ഇതേ ഒറ്റ ഓട്ടം ഓടുകയാണ്. അമ്മേ വാക്ക് പറഞ്ഞാൽ പാലിക്കണം, ദേ ഞാൻ എല്ലാം മര്യാദക്കിരുന്നു, ഇത്ര നേരം ഞാൻ ബഹളമൊന്നും വെച്ചില്ല, ഇനി എന്നെ കൊണ്ടുപോകും അമ്മയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫൺ സിറ്റിയുടെ അകത്തേക്ക് കയറി. കുഞ്ഞപ്പനെ കാർഡ് എടുക്കാൻ പോവാണ്. ഫൺ സിറ്റിയിലെ കാർഡ് എടുക്കാൻ പോവാണ് കേട്ടോ. കാർഡിന്റെ വില എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ കുഞ്ഞുപ്പ? കാർഡ് എടുക്കാൻ പോകുന്നുണ്ട്. കുഞ്ഞുപ്പ കുഞ്ഞു നോക്കണം, കാർഡ് വാങ്ങിച്ചിട്ട് ഓടും ഒരാൾ. കണ്ടല്ലോ കുഞ്ഞപ്പൻ്റെ സന്തോഷം. കാർഡ് എടുത്തു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി കാർഡ് എല്ലാ ഗെയിംസിലും കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഓണാകും, അവൻ എല്ലാത്തിലും കയറി കളിക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1600 രൂപയാണ് കാർഡ് എടുക്കുന്നതിനുള്ള പ്രൈസ്. 1600 രൂപ നമ്മളവിടെ അടച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാർഡ് കിട്ടുള്ളൂ. നമ്മുടെ പേരും ഫോൺ നമ്പറും പറഞ്ഞു കൊടുത്താൽ മതി. കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 18 ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും. അതായത് അവിടെ 50-51 ഗെയിംസിൽ മേലെ ഗെയിംസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ എല്ലാ എണ്ണിയൊന്നും നോക്കിയില്ല. എന്തായാലും 18 ഗെയിംസാണ് ഈ പറയുന്ന 1600 രൂപയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പോയിൻ്റാണ്, അതായത് നമ്മളിപ്പോൾ ഒരു ഗെയിമിൻ്റെ അവിടെ കൊണ്ടുപോയി ഈ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്താൽ 1 പോയിന്റ് കുറയും. രണ്ടാമത്തെ ഗെയിം കളിക്കുമ്പോൾ 2ാമത്തെ പോയിന്റ് കുറയും. 3ാമത്തെ ഗെയിം അങ്ങനെ പോയിന്റ് കുറഞ്ഞ് 18 പോയിന്റ് തീരുമ്പോഴത്തേക്കും കാർഡ് പിന്നെ നമ്മൾ എവിടെ വെച്ചാലും വർക്ക് ആകൂല. അപ്പം മനസ്സിലാവും നമുക്ക് 18 പോയിന്റ്സും തീർന്നെന്ന്. അപ്പോൾ കുഞ്ഞപ്പൻ ഓരോ ഗെയിമിലും കയറി ഇറങ്ങി കളിക്കുകയാണ് കേട്ടോ. കൂടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. 18 പോയിന്റ്സ് തീർന്നു കഴിഞ്ഞാൽ ഇനിയും കളിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാം. വീണ്ടും 1600 രൂപയ്ക്ക് തന്നെ ചാർജ് ചെയ്യണം നമ്മൾ. 500-നും 300-നും അങ്ങനെയൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ നമുക്ക് പിന്നെ ഈ കാർഡ് കൊണ്ടുവന്ന് 1600-ന് തന്നെ ചാർജ് ചെയ്യാം. 1600-ന് മേലെയുള്ള 2500 3000 അങ്ങനെ കുറേ പ്രൈസ് ഉണ്ട് കേട്ടോ. 1600-ആണ് ഏറ്റവും കുറവ്. അതിൽ താഴ്ന്ന കാർഡില്ല. അതിന് മേളിലോട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സംഭവം. ഇതിനു മുമ്പ് 2 പ്രാവശ്യം നമ്മൾ ഫോറം മോളിൽ ചെന്നിട്ടുണ്ടെങ്കിലും നമ്മൾ 2 പ്രാവശ്യം കാർഡ് ചാർജ് ചെയ്തൊന്നുമില്ല. കുഞ്ഞപ്പൻ ജസ്റ്റ് അവിടെ എല്ലാ ഗെയിമിലും കയറി ഇരുന്നിട്ട് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം എന്നപ്പോൾ എനിക്കൊരു സങ്കടം, എന്താണെങ്കിലും അവനെ കയറ്റി കളിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളെന്ന് പറഞ്ഞാൽ അങ്ങനെ കാർഡ് ചെയ്തതാണ്. 1600 രൂപ എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി ഗൈസ്. നമ്മൾ സാധാരണക്കാർക്ക് 1600 എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണല്ലോ. അത് ഒരു ഡേ ഫുൾ കളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് 18 ഗെയിംസ് മാത്രമേ അവിടെ കളിക്കാൻ പറ്റുള്ളൂ. ഈ 18 ഗെയിംസ് എന്നൊക്കെ പറയുന്നത് ഒരു ഗെയിം 1 മിനിറ്റോ 2 മിനിറ്റോ അത്രയ്ക്കേ ഉള്ളൂ ഒരു ഗെയിം കളിക്കാനുള്ള സമയം. ഇപ്പോൾ ഈ ബൈക്ക് റേസിംഗ് തന്നെ 1 മിനിറ്റോ 2 മിനിറ്റോ ഉണ്ടാവും കൂടി വന്ന്, അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ടൈം. ലുലു മാളി പക്ഷേ 1600 രൂപയില്ല, അതിലും കുറവാണ്. 1000 താഴെയാണ് കാർഡ് എടുക്കാനുള്ളതെന്ന് തോന്നുന്നത്. പക്ഷേ ഇവിടെ കുറേ വേറെ വ്യത്യാസമുണ്ട്, അവിടെയും വ്യത്യാസമുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പോൾ വീഡിയോ തീരും. ഞങ്ങളങ്ങനെ കാർ റൈഡിൽ കയറാൻ പോവാണ്. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വണ്ടർലയിൽ ടൂർ കൊണ്ടുപോയി സ്കൂളിൽ നിന്ന്. അപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് ഈ കാറിൽ കയറുന്നത്. ഈ കാർ റേസിംഗ് ഉണ്ടാവുമല്ലോ, ഇത് കാർ റേസിംഗ് അല്ല, ഇത് സംഭവം ഈ കാറിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പൊക്കിയും താത്തിയും കളിക്കും. പെട്ടെന്ന് അങ്ങോട്ട് പൊക്കിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് എക്സൈറ്റഡ് ആയി ഗൈസ്. കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര ഒരു ഇതുമില്ല കേട്ടോ. ഏതാണ്ട് ഇതിനു മുമ്പ് ഡെയിലി ഇതിൽ കയറിയ പോലത്തെ എക്സ്പ്രഷനൊക്കെയാണ് അവന്. ഒരു പേടിയില്ല. എനിക്ക് അത്യാവശ്യമൊക്കെ ഭയങ്കര സന്തോഷവും ടെൻഷനും, എനിക്ക് കുറേ എക്സ്പ്രഷനൊക്കെ മാറി മാറി വരുന്നുണ്ടായിരുന്നു ഗൈസ്. അതിനിടയ്ക്ക് ഒരു 8ന്റെ പണി കിട്ടി. നമ്മളിരുന്ന കാറ് മാത്രം കംപ്ലൈൻറ്റ്.
പോയിന്റായി. ബാക്കി എല്ലാവരും ഇരുന്ന കാറിന് കുഴപ്പമില്ലായിരുന്നു. അവസാനം എന്ത് ചെയ്ത് ആ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു റൗണ്ട് കൂടി തന്നു. നമ്മൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് ഒരു റൗണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ, ഒറ്റയ്ക്കിരുന്ന് കളിച്ചപ്പോഴേക്കും. അത് കഴിഞ്ഞത് ഈ 3Dയുടെ സംഭവമായിരുന്നു ഗൈസ്. എൻ്റെ ആ പൊന്നെ, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു, എനിക്ക് തല കറങ്ങി, എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ 3D ഇങ്ങനെ തലയിൽ വെച്ച് ഇത് കാണുന്നത്. കുഞ്ഞപ്പം നോക്കിക്കേ, ആ സാധനത്തെ പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വെടിയുണ്ട വരും കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ കൂടി വരുന്ന ആനിമൽസ് ആണെങ്കിലും എന്തെങ്കിലും അസ്ഥി കൂടൊക്കെ വന്നാൽ അതിനെ വെടിവെച്ച് നമുക്ക് താഴെ ഇടാൻ പറ്റും. ഞാൻ ഇവനോട് ഇതിന് മുമ്പ് കയറണതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, കുഞ്ഞപ്പം ആദ്യം നിൽക്കുക ഇങ്ങനെ വെടിയുണ്ട പൊട്ടുമെന്ന്. പക്ഷെ ഞാൻ ഈ സാധനമൊക്കെ തലയിൽ വെച്ച് കഴിഞ്ഞ് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഞാൻ ഇത് കണ്ടിട്ട്. ഞാൻ ആ വെടിയുണ്ടയുടെ കാര്യം മറന്നുപോയി. പക്ഷെ അവൻ കണ്ട് അവൻ കറക്റ്റ് വെടിയുണ്ടൊക്കെ പൊട്ടിച്ച് ആ അസ്ഥികൂടത്തിനൊക്കെ താഴെ വിടുന്നുണ്ടായിരുന്നേ. പിള്ളേരൊക്കെ കരയുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. കാരണം പിള്ളേർക്ക് ഭയങ്കര പേടിയാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. പലതും ഉണ്ട് കേട്ടോ, പേടിപ്പെടുത്തുന്നതും അല്ലാത്തതും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ കണ്ടത് പേടിയുള്ളതായിരുന്നു ഗൈസ്. എല്ലാം പേടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അടുത്തത് ഏതിലാണ് കയറണമെന്നാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ചേട്ടനോ എൻ്റെ കോലം നോക്കിക്കേ പേടിച്ച് വിറച്ചു പോയി ഞാൻ കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് ടിക്കറ്റ്സ് കിട്ടുന്ന ഒരു ഗെയിമാണ് കേട്ടോ. അതിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഈ പിടിച്ച് ഒറ്റ പ്രാവശ്യം താത്താൻ പറ്റുള്ളൂ. നമ്മളവിടെ സൈഡിൽ നമ്മുടെ കാർഡ് ചാർജ് ചെയ്ത കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലിവറിൽ പിടിച്ചിട്ട് ഒറ്റ പ്രാവശ്യം താഴ്ത്താൻ പറ്റുള്ളൂ. അത് എത്രയിലാണോ വന്ന് നിൽക്കുന്നത് അത്രയും ടിക്കറ്റ്സ് നമ്മുടെ കാർഡിലേക്ക് ആഡ് ആകുമെന്നാണ് പറയുന്നത്. ഇപ്പം 40 ആണ്, 50 ആണ്, 150 ആണെങ്കിൽ അത്രയും ടിക്കറ്റ്സ് നമ്മുടെ കാർഡിലേക്ക് കിട്ടും. അവസാനം നമ്മൾ ഈ 18 ഗെയിംസും കളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോരാൻ നേരത്തെ ടോട്ടൽ നമുക്ക് എത്ര ടിക്കറ്റ്സ് കിട്ടി, ആ ടിക്കറ്റ്സിനുള്ള ഒരു ടോയ് കിട്ടും നമുക്ക്. ടോയ്സ് ഏതൊക്കെ ടോയ് ആണ് ആ ടോയ് നമുക്ക് കിട്ടും. കുഞ്ഞു ടോയ്സ് ആണ്. ഇത് വെള്ളം ചീറ്റിക്കുന്ന ഒരു ഗെയിമായിരുന്നു. ഇത് കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതങ്ങനെ അവന് അവിടെ നിന്ന് കളിക്കുകയാണ്. അച്ഛനോട് ഏതെങ്കിലും ഗെയിം കളിക്കുക അച്ഛന്ന് പറഞ്ഞിട്ട് അച്ഛക്കൊന്നും കഴിയല്ല. എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഗെയിമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അച്ഛൻ. ആ പാരൻസിനും കളിക്കാൻ പറ്റുന്ന ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതാണ് കളിച്ചത്. ആ കണ്ടില്ലേ, ഒരു ബ്ലാക്ക് കളറിലെ ബോൾസ്, 3 ബോളുണ്ട്, 3 ട്രൈ മാത്രമേ ഉള്ളൂ. 6 ടിൻസ് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ 6 ടിൻസും എല്ലാം മറിച്ച് താഴെ ഇടണം. അങ്ങനെയാണെങ്കിൽ ആ മോളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഡോൾഫിൻ കുഞ്ഞിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. തൊട്ടടുത്ത് തന്നെ ഒരു ബക്കറ്റ് കണ്ടില്ലേ റെഡ് കളറിൽ, അത് ഇതിലും പാടാണ് കേട്ടോ. അതൊന്നും ജയിച്ചവരാരെങ്കിലും ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. നല്ല ഉടായ്പ ഗെയിംസ് ആണ് ഗൈസ്. നമ്മുടെ വെറുതെ പോയിന്റ്സ് പോകാനുള്ള ആ ഗെയിമൊക്കെ കളിച്ചാൽ പോയിന്റ്സ് ഒക്കെ പോകും. പിന്നെ എല്ലാവരും ചുമ്മാ കളിച്ച് നോക്കും. ഇത് നല്ല രസമാണ്. ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞ് ഓരോ തല പൊങ്ങി വരും. അതിലിട്ട് ഇത് ടിക്കറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ. ചില ഗെയിമുകൾ മാത്രമേ ഉള്ളൂ ടിക്കറ്റ്സ് സമ്പാദിക്കാൻ പറ്റുന്നത്. മാക്സിമം നമ്മൾ ആ തലക്കിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ്സ് കിട്ടും കേട്ടോ. റെഡ് കളറിലെ തലയിൽ അടിക്കാൻ പാടില്ല, ബാക്കി കളറിലെ തലക്കിട്ട് അടിക്കാം. റെഡി അടിച്ചാൽ ടിക്കറ്റ്സ് കുറയുമെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ടിക്കറ്റ്സും കൂടി അവിടെ അവസാനം പറയുമ്പോൾ ആ ടിക്കറ്റ്സിനുള്ള ടോയ് കിട്ടും. അടുത്തത് ഈ ഒരു ഗെയിമായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഗെയിമിന് എന്തോ തകരാറ് പറ്റി. അതായത് ബോൾസ് വരുന്നില്ല. അത് ആ ഒരു മെഷീൻ്റെ എന്തോ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കാർഡ് സ്വൈപ്പും ചെയ്തു, നമുക്ക് ഒരു പോയിന്റ് കുറയുകയും ചെയ്തു. ആ ഗെയിം ഒട്ട് കളിക്കാനും പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ വേറൊരു ഗെയിം ഫ്രീ ആയിട്ട് തന്നതാണ് ഈ ഗെയിം. അപ്പോൾ ഇതാണെങ്കിൽ പണ്ട് ഞാൻ പറഞ്ഞില്ലേ വണ്ടർലയിൽ 8ാം ക്ലാസ്സിൽ പോയ കഥ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അന്നാണ് ഞാൻ അവസാനം ഈ സംഭവത്തിൽ കയറുന്നത്. അതുപോലത്തെ തന്നെ ഒരു മിനി സാധനം, അത്രയും വലുതല്ല എന്നാലും ഒരു ചെറിയൊരു സംഭവം. കുഞ്ഞപ്പനാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ അവൻ. കാരണം ഇത് പെട്ടെന്ന് മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്ന് ശരിക്കും പേടിച്ചു പോകും, താഴെ വീണ പോലെ തോന്നും. എനിക്കാണെങ്കിൽ ചൊരുക്ക് ഛർദ്ദിക്കാനും തലകറങ്ങാനും ഒക്കെ വരവ് ഇത്തിരി കൂടുതലാണ്. ഞാൻ ഇതുപോലെയുള്ള ഒരു റൈഡിലും കയറാത്ത ആളാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിപ്പോൾ എന്താണെങ്കിലും കുഞ്ഞപ്പനെ കയറ്റാന്ന് വിചാരിച്ച് അങ്ങനെ കയറിപ്പോയതാണ്. അങ്ങനത്തെ ഞാൻ കിളിപാറി വരികയാണ് കേട്ടോ. ഗൈസ് സത്യം പറഞ്ഞാൽ എല്ലാം കഴിയാറായപ്പോഴാണ് എനിക്കിത് ശരിക്കും മനസ്സിലായത്. നമ്മൾ മാക്സിമം ടിക്കറ്റ്സ് നമ്മൾ കളിച്ച് കുറേ ടിക്കറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടോയ്സ് കിട്ടും കേട്ടോ. ടിക്കറ്റ് കിട്ടാനുള്ള കുറച്ച് വേറെ ഗെയിമുകളുണ്ട് ഇവിടെ. അപ്പോൾ ആ ഗെയിം കളിച്ചപ്പോൾ കുറച്ച് ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞപ്പൻ എന്ത് ടോയ് ആണ് ആ ടിക്കറ്റ്സിന് കിട്ടണേ നോക്കാം. എത്ര ടിക്കറ്റ്സ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. അങ്ങനെ 18 ഗെയിമും കളിച്ചു, 18 പോയിന്റ്സ് നമുക്ക് തീർന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ടിക്കറ്റ് വാങ്ങിക്കാൻ ദേ ഇവിടെ കൗണ്ടറിൽ ചെന്നു. അവിടെയുള്ള ടോയ്സ് ഒക്കെ കണ്ടില്ലേ, കുഞ്ഞു ടോയ്സ് ആണ്, ഇങ്ങനെ പാക്കറ്റിലിട്ട് വെക്കും. ആ താഴെ ചില്ലിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ കുഞ്ഞു ടോയ്സ്. ആ മുകളിൽ തൂക്കിയിട്ടൊക്കെ കുറച്ചുകൂടി വലുത്. അപ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ ടോയ് കിട്ടും. നമുക്കിപ്പം 380 പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാറിന് ഒരെണ്ണത്തിന് 50 പോയിന്റ്സ് ആണ്. അപ്പോൾ 50 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ 3 കാറാണ്, 4 കാർ എടുത്തില്ല, 3 കാർ.
അപ്പം 150 പോയിന്റ്സ് ആയില്ലേ. ഈ ബബിൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ കുപ്പി ബബിൾസില്ലേ, നമ്മൾ ഊതുന്ന ബബിൾസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ബബിളായിരുന്നു ഗൈസ്. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഊതി നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബബിളിന് 100 പോയിന്റ്സ് ആയിരുന്നു. അപ്പം എത്രയായി? 100ഉം 150ഉം 250 ആയില്ലേ. ബാക്കി 380 വെക്കാൻ വേണ്ടി എന്താ എടുത്തത്? ഒരു തോക്കും കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് ഈ തോക്കും കൂടി, ബാക്കി പോയിന്റ്സ് വെക്കാൻ ഈ തോക്കിട്ട് 125 പോയിന്റ്സ് ആയിരുന്നു. ബാക്കി 5 പോയിന്റ്സ് ഉള്ളത് നമ്മുടെ കാർഡിൽ തന്നെ കിടക്കും. 5 ടിക്കറ്റ്സ് ഉള്ളത് നമ്മുടെ കാർഡിൽ കിടക്കും. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ വിലയല്ല, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല ഈ ടോയ്സ് ഒന്നും, ടിക്കറ്റ്സ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. അതായത് നമ്മുടെ കാർഡ് അവരവിടെ നോക്കുമ്പോൾ എത്ര ടിക്കറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നും അവർക്ക് മനസ്സിലാകും. അപ്പോൾ ആ ടിക്കറ്റ്സിനനുസരിച്ചുള്ള ടോയ്സ് നമുക്ക് കിട്ടും. കുഞ്ഞപ്പനപ്പോൾ ഈ ടോയ്സ് ഒക്കെയാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് സത്യത്തിൽ ആദ്യമൊന്നും മനസ്സിലായില്ല ഈ ടിക്കറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന്. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ കൂടുതൽ ടിക്കറ്റ്സ് കിട്ടിയേനെ. ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഇതിന് ഓഫറുണ്ട്. ഇതിന് 400 സംതിങ് എത്ര എങ്ങാണ്ടേ ഉള്ളൂ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് വിയർത്ത് കുളിച്ചൊരു പരുവായി കേട്ടോ. കോലമൊക്കെ ഒരു വിധത്തിലായി. അങ്ങനെ വരുന്ന വഴിയാണ് അച്ഛനോട് അച്ഛൻ ഫാഷൻ സ്റ്റോറിൽ കയറി ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്. ഞാൻ നല്ലൊരു ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത് കുറേ നാൾ മുമ്പ് ലുലുവിൽ പോയപ്പോഴാണ് ഗൈസ്. അല്ലാണ്ട് ഈ ഓൺലൈൻ വഴിയുള്ള ചാത്ത ലിപ്സ്റ്റിക്കായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇച്ചിരി വില കൂടുതലാണെങ്കിലും നല്ലൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ചുണ്ടിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ അതാണ് നല്ലത്. ചാത്ത ലിപ്സ്റ്റിക്ക്, അതായത് വില കുറഞ്ഞ ലിപ്സ്റ്റിക്കിലൊക്കെ ഉള്ള കണ്ടൻസ് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്ര നല്ല സാധനമൊന്നും അല്ല. എന്നാലും നമുക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നതാണ്. ഇത് ലാക്മേയുടെ റെഡ് കളറിലെ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പല ഷെയ്ഡ് അവിടെ ടെസ്റ്റ് ചെയ്യാം നമുക്ക്. അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അച്ഛക്ക് ആ ഷെയ്ഡൊന്നും ഇഷ്ടപ്പെട്ടില്ല. അച്ഛ റെഡ് തന്നെ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതിട്ടാലേ എൻ്റെ ഫേസിലൊരു എന്താ പറയുക, ഒരു ഇതുള്ളൂ, ഒരു ബ്രൈറ്റ്നെസ് ഉള്ളൂ. അപ്പോൾ അതിന് 825 രൂപയായിരുന്നു ആ ലിപ്സ്റ്റിക്കിന്. ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് 400 സംതിങ്ങിന് കിട്ടി കേട്ടോ. 400 സംതിങ്ങിന് കിട്ടി. ഭാഗ്യം. അത് അവസാനം നമ്മൾ ഇറങ്ങിയപ്പോൾ ക്ലോസിങ് ടൈമായി. കണ്ട എല്ലാ കട അടയ്ക്കാറായി. ഒരു 9:30-10 മണിയായപ്പോൾ എല്ലാം അടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. കുഞ്ഞപ്പൻ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഒരുപാട് പേരെ, ഞാൻ വേറെ ആൾക്കാരോട് മിണ്ടുന്നു, കുഞ്ഞപ്പൻ വേറെ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട ദിവസമായിരുന്നു. ഒരുപാട് ഹാപ്പിയായി. ഒട്ടും ഓർക്കാണ്ട് വേഗം പോയതാണ്, ചുമ്മാ ഒന്ന് പോയതാണ്. പക്ഷെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൗണ്ടും പോയി. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.